6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തമായി തോന്നുന്നുണ്ടോ? അതൊരു നുണയായി തോന്നുന്നുണ്ടോ? എനിക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇതേപ്പറ്റി കേട്ടിരുന്നെങ്കിൽ ഞാനും വിശ്വസിക്കില്ലായിരുന്നു. എന്നാൽ സത്യമിതാണ്, ദരിദ്രർ ദരിദ്രരായി തുടരുന്നത് അവർ പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ കെണിയിൽ നിന്ന് പുറത്തുവരാൻ ഒരു കുറുക്കുവഴിയുണ്ട്. നമ്മളെ ചെറുപ്പം മുതലേ സുരക്ഷിതമായ ജോലിയിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ച ഈ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ പുറത്തുവരും? ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വഴി, അത് വെറും 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരും. വിശ്വസിക്കൂ, ഇത് ആർക്കും ചെയ്യാൻ കഴിയും. നിങ്ങൾ തയ്യാറാണോ? രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കടുത്ത ട്രാഫിക്കിൽ കുടുങ്ങുക, ദിവസം മുഴുവൻ നിങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യുക, മാസാവസാനം കഷ്ടിച്ച് നിങ്ങളുടെ ചെലവുകൾ മാത്രം തികയ്ക്കുന്ന ശമ്പളം ലഭിക്കുക. ഇത് നിങ്ങൾക്ക് പരിചിതമാണോ? മിക്ക ആളുകളും കുടുങ്ങിക്കിടക്കുന്ന ചക്രം ഇതാണ്. അവർ കഠിനാധ്വാനം ചെയ്യുന്നു, വെള്ളിയാഴ്ച സ്വപ്നം കാണുന്നു, തിങ്കളാഴ്ചയെ ഭയപ്പെടുന്നു, മാസാവസാനം അപ്രത്യക്ഷമാകുന്ന ഒരു തുകയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഒരു സന്തോഷവാർത്തയുണ്ട്. പണത്തെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ സ്കൂളിനെ ആശ്രയിക്കേണ്ടതില്ല. ഇന്നത്തെ കാലത്ത് അറിവ് എന്നത്തേക്കാളും എളുപ്പത്തിൽ ലഭ്യമാണ്. ഇതാണ് വലിയ ചോദ്യം. ഈ വഴി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയുമാണെങ്കിൽ ഇത്രയധികം ആളുകൾ ദരിദ്രരും കടക്കെണിയിലുമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്താഗതി മാറ്റുക, തൊഴിലാളിയിൽ നിന്ന് നിക്ഷേപകനിലേക്ക്. ഈ അവസ്ഥയിലായിരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയാം. എന്റെ പാവപ്പെട്ട അച്ഛൻ, എന്റെ സ്വന്തം അച്ഛൻ, ഒരു നല്ല ജോലി സാമ്പത്തിക സുരക്ഷയിലേക്കുള്ള വഴിയാണെന്ന് എന്നും വിശ്വസിച്ചു. അദ്ദേഹം ഒരുപാട് പഠിച്ചു, കഠിനാധ്വാനം ചെയ്തു, ഒരു സർക്കാർ ജോലിയിൽ മാന്യമായ സ്ഥാനം നേടി. പക്ഷേ അദ്ദേഹം ഒരിക്കലും സമ്പന്നനായില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന് എപ്പോഴും ജോലി നഷ്ടപ്പെടുമോ, ബില്ലുകൾ അടയ്ക്കാൻ കഴിയാതെ വരുമോ, വിരമിക്കലിന് വേണ്ടത്ര പണമുണ്ടായില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന ഭയമുണ്ടായിരുന്നു. അദ്ദേഹം ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ ഈ സിസ്റ്റം അദ്ദേഹത്തെ വഞ്ചിച്ചു. കഠിനാധ്വാനം ചെയ്യുന്നതാണ് ശരിയായ മാർഗം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ സത്യത്തിൽ അതൊരു കെണിയായിരുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളെ നോക്കൂ. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകളുടെ ശരാശരിയായിരിക്കും നിങ്ങൾ. ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ ആരായിരിക്കും? അവരെ ശ്രദ്ധയോടെ തെരഞ്ഞെടുക്കുക. ജെഫ് ബെസോസ്, ഇലോൺ മസ്ക്, വാറൻ ബഫറ്റ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടീശ്വരൻ ശമ്പളത്തിനു വേണ്ടി ജോലി ചെയ്യുന്നവരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മിക്ക ആളുകളും അവഗണിക്കുന്ന ഒരു കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നത് തോൽക്കാൻ പോകുന്ന ഒരു കളിയാണ്. പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം. ഇതാണ് സമ്പന്നരും എലിയോട്ടത്തിൽ കുടുങ്ങിയവരും തമ്മിലുള്ള വ്യത്യാസം. ആദ്യപടി നിങ്ങളുടെ ചിന്താരീതി മാറ്റുക എന്നതാണ്. നിങ്ങൾ ഒരു തൊഴിലാളിയായിട്ടല്ല, മറിച്ച് ഒരു നിക്ഷേപകനായി, ഒരു ബിസിനസ്സായി ചിന്തിച്ചു തുടങ്ങണം. അതായത് ആസെറ്റ്സ് നിർമ്മിക്കുന്ന ഒരാളായി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നാളെ നിങ്ങളുടെ ബോസ് നിങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്രനാൾ ജീവിക്കാൻ കഴിയും? മിക്ക ആളുകളും പറയും 1 മാസം, 2 മാസം, ഒരുപക്ഷെ അതിലും കുറവ്. ഇതിനർത്ഥം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളെപ്പോഴും ഒരു തൊഴിലുടമയെ, ഒരു സർക്കാരിനെ, ബാഹ്യഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതൊരാൾക്കുണ്ടാകാൻ കഴിയുന്ന ഏറ്റവും വലിയ ദുർബലതയാണ്. ഇനി ആലോചിക്കുക, നിങ്ങൾ ശമ്പളത്തിനു വേണ്ടി ജോലി ചെയ്യുന്നതിനു പകരം നിങ്ങൾക്ക് വരുമാനം നൽകുന്ന ആസ്തികൾ നിർമ്മിക്കുകയാണെങ്കിലോ? അതൊരു വാടകയ്ക്ക് കൊടുത്ത വസ്തുവായിരിക്കാം, ഒരു വ്യക്തിഗത ബിസിനസ്, സ്റ്റോക്കുകളിലെ നിക്ഷേപം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ്, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്നതുപോലെ ലളിതമായ ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് ഇതിനകം നേടിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിക്കുക, ശരിയായ ചിന്താഗതിയുള്ള ആളുകളെ കാണാൻ കഴിയുന്ന ഗ്രൂപ്പുകൾ, ഫോറങ്ങൾ, കോഴ്സുകൾ എന്നിവ കണ്ടെത്തുക. ഒത്തുചേരുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ചെറിയ വരുമാന സ്രോതസ്സുകൾ. ഇതാണ് സമൃദ്ധിയിലേക്കുള്ള യഥാർത്ഥ വഴി. പക്ഷേ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത് വളരെ പ്രയാസമായി തോന്നുന്നു. എനിക്ക് ബില്ലുകൾ അടയ്ക്കണം, കുടുംബത്തെ പോറ്റണം, എനിക്ക് എങ്ങനെ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നത് നിർത്താൻ കഴിയും? ഉത്തരം ഇതാണ്: നിങ്ങൾ ഉടൻ തന്നെ ജോലി ഉപേക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് പണവുമായുള്ള നിങ്ങളുടെ ബന്ധം മാറ്റാൻ തുടങ്ങുക എന്നതാണ്. വരുമാനം നേടുകയും ചെലവഴിക്കുകയും ചെയ്യുന്നതിനു പകരം നിക്ഷേപിക്കാൻ തുടങ്ങുക. നിങ്ങൾ ജോലി ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് പണം നൽകുന്ന എന്തെങ്കിലും സൃഷ്ടിക്കാൻ തുടങ്ങുക. ഞാൻ ആദ്യമായി ഇത് തിരിച്ചറിഞ്ഞ നിമിഷം വ്യക്തമായി ഓർക്കുന്നു. ഞാൻ US മറൈൻ കോർപ്സിൽ സേവനം ചെയ്യുകയായിരുന്നു. പരമ്പരാഗത വഴിയിൽ പോയാൽ എന്റെ സാമ്പത്തിക ജീവിതം എപ്പോഴും മറ്റൊരാളുടെ കൈകളിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഞാൻ നിക്ഷേപത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഞാൻ പുസ്തകങ്ങൾ വായിച്ചു, സെമിനാറുകളിൽ പങ്കെടുത്തു, വിജയകരമായ വ്യാപാരികളിൽ നിന്ന് പഠിച്ചു. പതിയെ എന്റെ പണം എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഞാൻ തുടങ്ങി. ഞാൻ നടത്തിയ ആദ്യ നിക്ഷേപം വാടകയ്ക്ക് കൊടുത്ത ഒരു ചെറിയ വസ്തുവായിരുന്നു. തുടക്കത്തിൽ ഇതൊരു ചെറിയ ചുവടുവെപ്പായി തോന്നി, പക്ഷേ ആ വസ്തു ജോലി ചെയ്യാതെ തന്നെ എന്റെ ചില ബില്ലുകൾ അടയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതിലല്ല, മറിച്ച് കൂടുതൽ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നതിലാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈ കെണിയിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാൻ കഴിയും?
നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങാൻ ഇന്ന് നിങ്ങൾക്കെടുക്കാൻ കഴിയുന്ന ആദ്യത്തെ ചുവടെന്താണ്? ഇതൊരു ചെറിയ നിക്ഷേപം തുടങ്ങുന്നതിനെക്കുറിച്ചോ, നിഷ്ക്രിയ വരുമാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ പുറത്ത് ഒരു ബദൽ വരുമാന സ്രോതസ്സ് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചോ ആകാം. പ്രധാനപ്പെട്ട കാര്യം തുടങ്ങുക എന്നതാണ്. ആസ്തികളും ബാധ്യതകളും, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നല്ല മാർക്ക് നേടാനും ഒരു സുരക്ഷിത ജോലിക്ക് തയ്യാറാകാനും സ്കൂളിൽ എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്റെ അച്ഛൻ ഒരു അധ്യാപകൻ ഔപചാരിക വിദ്യാഭ്യാസമാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് എന്നോട് പറയുമായിരുന്നു. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജോലിയിൽ ശമ്പള വർധനവ് ലഭിച്ച ഉടൻ തന്നെ കൂടുതൽ വിലയേറിയ കാറിലേക്ക് മാറിയ ഒരാൾ ലോൺ എടുക്കുകയും ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത ശേഷം ആ ശമ്പള വർധനവ് തന്റെ ജീവിതത്തിൽ ഒന്നും മാറ്റിയില്ലെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അതിലും മോശം, ഇപ്പോൾ അയാൾക്ക് അടയ്ക്കാൻ കൂടുതൽ ബില്ലുകളുണ്ട്. ഇത് സംഭവിക്കുന്നത് അയാൾ പണം ബാധ്യതകൾക്ക്, ലയബിലിറ്റീസ് വേണ്ടി ചെലവഴിക്കുന്നതിനാലാണ്, ആസ്തികൾക്ക്, ആസറ്റ്സ് വേണ്ടിയല്ല. എന്താണ് ബാധ്യതകളും ആസ്തികളും? ഒരു ബാധ്യത നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തെടുക്കുന്ന ഒന്നാണ്. അതേസമയം ഒരു ആസ്തി നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം നിക്ഷേപിക്കുന്ന ഒന്നാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഓടിക്കുന്ന ഒരു കാർ ഒരു ബാധ്യതയാണ്. അത് കാലക്രമേണ മൂല്യം നഷ്ടപ്പെടുത്തുന്നു. അതിന്റെ പരിപാലനം, ഇന്ധനം, നികുതി എന്നിവ ആവശ്യമാണ്. നിങ്ങൾ താമസിക്കുന്ന വീട് പോലും ഒരു ബാധ്യതയാകാം. കാരണം അത് നിങ്ങൾക്ക് വരുമാനം നൽകുന്നില്ല, ചെലവുകൾ മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് എല്ലാ മാസവും വാടക നൽകുന്ന ഒരു വാടക വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു ഒരു ആസ്തിയാണ്. പാവപ്പെട്ടവർ ബാധ്യതകൾ വാങ്ങുന്നു. അവർ സമ്പന്നരാകുകയാണെന്ന് കരുതുന്നു. സമ്പന്നർ ആസ്തികൾ വാങ്ങുന്നു. അവർ യഥാർത്ഥത്തിൽ സമ്പന്നരാകുന്നു. ഇതാണ് വലിയ വ്യത്യാസം. വരുമാനം നൽകാത്ത കാര്യങ്ങൾക്കായി ഒരാൾ താൻ സമ്പാദിച്ച പണം ചെലവഴിക്കുന്നത് നിങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ട്? ഏറ്റവും പുതിയ മൊബൈൽ ഫോണുകൾ, വിലകൂടിയ വസ്ത്രങ്ങൾ, ഫിനാൻസ് ചെയ്ത കാറുകൾ എന്നിവ അവർ വാങ്ങുന്നു. യഥാർത്ഥ കോടീശ്വരന്മാർ ബിസിനസ്സുകൾ, റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്കുകൾ, നിഷ്ക്രിയ വരുമാന സ്രോതസ്സുകൾ എന്നിവയിൽ നിക്ഷേപിക്കുമ്പോൾ. ഞാൻ നിക്ഷേപലോകം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ പാഠം വളരെ വേഗം പഠിച്ചു. എന്റെ സമ്പന്നനായ അച്ഛൻ എന്നോടെപ്പോഴും പറയുമായിരുന്നു, ആസ്തികളാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോൽ. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആസ്തികൾ വാങ്ങുക. ഇപ്പോൾ ഞാൻ നിങ്ങളോട് നിർത്താനും ചിന്തിക്കാനും ആവശ്യപ്പെടുന്നു. ഇന്ന് നിങ്ങൾക്ക് എത്ര വരുമാന സ്രോതസ്സുകളുണ്ട്? നാളെ മുതൽ നിങ്ങളുടെ ശമ്പളം വരുന്നത് നിലച്ചാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാതെ എത്ര ദിവസം ജീവിക്കാൻ കഴിയും? മിക്ക ആളുകൾക്കും അവരുടെ ജോലിക്ക് പുറത്ത് മറ്റൊരു വരുമാന സ്രോതസ്സില്ല. ഇതിനർത്ഥം അവർ എല്ലായ്പ്പോഴും സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഒരു ചുവടകലെയാണ്. നമ്മളെ പഠിപ്പിച്ചത് കഠിനാധ്വാനം മാത്രമാണ് നമ്മെ സമ്പന്നരാക്കുകയെന്നാണ് എന്നതാണ് പ്രശ്നം. എന്നാൽ സത്യമിതാണ്, കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നവരല്ല, മറിച്ച് മികച്ച രീതിയിൽ നിക്ഷേപിക്കുന്നവരാണ് സമ്പന്നരാകുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ 40-50 വർഷം ജോലി ചെയ്യുകയും അവസാനം പണമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നത്. അതേസമയം നിക്ഷേപകരും സംരംഭകരും ബിസിനസ് ഉടമകളും കുറഞ്ഞ സമയത്തിനുള്ളിൽ സമ്പത്തുണ്ടാക്കുന്നു. അവർ ആസ്തിയുടെ ശക്തി മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, റോബർട്ട്, പക്ഷേ എനിക്ക് നിക്ഷേപിക്കാൻ പണമില്ല. എന്റെ ബില്ലുകൾ കഷ്ടിച്ചടയ്ക്കുമ്പോൾ എനിക്കെങ്ങനെ ആസ്തികൾ വാങ്ങാൻ കഴിയും? ഞാൻ പറയും, നിങ്ങളുടെ കുറവ് പണത്തിലല്ല, അറിവിലാണ്. വലിയ നിക്ഷേപമില്ലാതെ ആസ്തികൾ നേടാൻ നിരവധി വഴികളുണ്ട്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയ ഷെയറുകൾ വാങ്ങാം, ഒരു ഡിജിറ്റൽ ഉൽപ്പന്നം സൃഷ്ടിക്കാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ്സിൽ നിക്ഷേപിക്കാം. പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ചിന്താഗതി മാറ്റുകയും തുടങ്ങുകയും ചെയ്യുക എന്നതാണ്. പണം വരുമാനം നൽകാത്ത കാര്യങ്ങൾക്കായി ചെലവഴിക്കുകയും എന്നിട്ട് നിക്ഷേപിക്കാൻ പണമില്ലെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ വീണ്ടും വീണ്ടും കാണുന്നത്. അതുകൊണ്ട് ഇതാ നിങ്ങൾക്കൊരു വെല്ലുവിളി. അടുത്ത 30 ദിവസത്തേക്ക് എന്തെങ്കിലും ചെലവഴിക്കുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇതൊരു ആസ്തിയാണോ അതോ ബാധ്യതയാണോ? ഇത് എന്റെ പോക്കറ്റിലേക്ക് പണമിടുകയാണോ അതോ എന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുക്കുകയാണോ? ഉത്തരം, ഇതെന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുക്കുകയാണെങ്കിൽ ആ വാങ്ങലിനെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആസ്തികളുടെ അടിത്തറ പണിയാൻ തുടങ്ങുക. ഇന്ന് നിങ്ങളെടുക്കുന്ന ചെറിയ ചുവടുകൾ ഭാവിയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് കാരണമാകും. വിദ്യാലയം നിങ്ങളെ പണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ചെറുപ്പം മുതലേ നമ്മെ പഠിപ്പിക്കുന്നത് വിജയത്തിലേക്കുള്ള താക്കോൽ നന്നായി പഠിക്കുക, നല്ല മാർക്ക് നേടുക, നല്ല കോളേജിൽ പ്രവേശനം നേടുക, സുരക്ഷിതമായ ഒരു ജോലി നേടുക എന്നതാണ്. ഇത് ശരിയായി തോന്നുന്നു, അല്ലേ? എന്നാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. കൃത്യമായി ഈ വഴി പിന്തുടർന്നിട്ടും ഇപ്പോഴും കടക്കെണിയിലും ചെലവുകൾ കഷ്ടിച്ച് തികയ്ക്കുന്ന ജോലിയിൽ കുടുങ്ങിക്കിടക്കുന്ന എത്രപേരെ നിങ്ങൾക്കറിയാം? സമൃദ്ധിയുടെ വഴിയായിരുന്നു ഇതെന്നെങ്കിൽ വർഷങ്ങളോളം പഠിക്കുന്ന ഡോക്ടർമാർ, വക്കീലന്മാർ, എഞ്ചിനീയർമാർ തുടങ്ങിയ പ്രൊഫഷണലുകൾ എന്തുകൊണ്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്? ഈ സിസ്റ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്. എന്തുകൊണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിദ്യാഭ്യാസ സമ്പ്രദായം നിങ്ങളെ സമ്പന്നരാകാൻ പഠിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തതല്ല. അത് നിങ്ങളെ ഒരു അനുസരണയുള്ള തൊഴിലാളിയാക്കാൻ വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തത്. നിങ്ങളെ സങ്കീർണമായ ഗണിത സമവാക്യങ്ങളെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നു. എന്നാൽ പണം കൈകാര്യം ചെയ്യാനോ നിക്ഷേപം നടത്താനോ സംരംഭകത്വം ചെയ്യാനോ പഠിപ്പിക്കുന്നില്ല. സ്കൂളിൽ നിങ്ങളെ വിവരങ്ങൾ ഓർമ്മിക്കാനും നിയമങ്ങൾ അനുസരിക്കാനും
മറ്റൊരാൾക്കു വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറാകാനും പഠിപ്പിക്കുന്നു. എന്നാൽ ആസ്തികൾ നിർമ്മിക്കാൻ ഉള്ള വഴികൾ പഠിപ്പിക്കുന്നില്ല. സ്കൂൾ നിങ്ങളെ പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം ചെയ്യാൻ പഠിപ്പിക്കുന്നു. ഇതൊരു ചെറിയ വിശദാംശമായിരിക്കാം, പക്ഷേ ഇത് വലിയ മാറ്റം വരുത്തുന്നു. ഇതിന്റെ ഫലമായി ദശലക്ഷക്കണക്കിന് ആളുകൾ മുതിർന്നവരായി കഴിയുമ്പോൾ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല. അവർ പലിശ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാതെ തൊഴിൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുന്നു, വില കൂടിയ ധനസഹായങ്ങൾ ചെയ്യുന്നു, കടക്കെണിയിൽ വീഴുന്നു, ജീവിതകാലം മുഴുവൻ നഷ്ടം പിന്തുടരുന്നു. ഇതൊരു ആകസ്മിക സംഭവമല്ല. വിദ്യാഭ്യാസ സമ്പ്രദായം എന്തുകൊണ്ടാണ് പണത്തെക്കുറിച്ച് പഠിപ്പിക്കാത്തതിന് ഒരു കാരണമുണ്ട്. എല്ലാവർക്കും നിക്ഷേപം നടത്താനും ആസ്തികൾ നിർമ്മിക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും അറിയാമെങ്കിൽ സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ ആരാണ് ജോലി ചെയ്യുക? സർക്കാരുകൾക്കും വലിയ കോർപ്പറേറ്റുകൾക്കും ആളുകൾ കടക്കെണിയിലും ശമ്പളത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിലുമാണ് താൽപ്പര്യം. അതിനാൽ സമ്പദ്വ്യവസ്ഥ മുന്നോട്ടു പോകുന്നു. അതുകൊണ്ടാണ് സ്കൂൾ നിങ്ങളെ നികുതി, നിക്ഷേപം അല്ലെങ്കിൽ നിഷ്ക്രിയ വരുമാനം എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കാത്തത്. നിങ്ങൾക്ക് ഇത് മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ കളിയിലെ ഒരു കരുവാകില്ലായിരുന്നു. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. സ്കൂൾ നിങ്ങളെ പണത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചത്? നിക്ഷേപം, വരുമാനമുണ്ടാക്കൽ, മൂലധന വളർച്ച എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങളുടെ ഉത്തരം ഏകദേശം ഒന്നുമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് 2 വഴികളുണ്ട്. 1. നിങ്ങൾ പരമ്പരാഗത വഴിയിൽ തുടരുക, ഒരു ദിവസമെല്ലാം തനിയെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുക. 2. അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങളെ യഥാർത്ഥത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന അറിവ് തേടാൻ തുടങ്ങുക. അതുകൊണ്ട് ഇതാ നിങ്ങൾക്കൊരു വെല്ലുവിളി. അടുത്ത 30 ദിവസത്തിനുള്ളിൽ സാമ്പത്തികമോ നിക്ഷേപമോ സംരംഭകത്വമോ സംബന്ധിച്ച കുറഞ്ഞത് ഒരു പുസ്തകമെങ്കിലും വായിക്കുക. പണത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസ വീഡിയോകൾ കാണുക. എല്ലാ ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കുന്നത് പ്രധാനമാണ്. നിങ്ങളെ കുടുക്കാനായി രൂപകൽപ്പന ചെയ്ത ഗെയിമിൽ നിന്ന് പുറത്തുവരാനുള്ള ഏക വഴി സ്കൂളിൽ ഒരിക്കലും പഠിപ്പിക്കാത്ത അറിവ് നേടുക എന്നതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. വലവിരിക്കുക. നെറ്റ്വർക്കിംഗ്. നിങ്ങളുടെ ചുറ്റും നോക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകൾ ആരാണ്? അവരിൽ ഭൂരിഭാഗവും മാസാവസാനത്തെ ശമ്പളത്തിനായി ജീവിക്കുന്നവരും ബോസിനെക്കുറിച്ച് പരാതി പറയുന്നവരും ബില്ലുകളിൽ നിന്ന് ഓടിയൊളിക്കുന്നവരും സാമ്പത്തികമായി വളരാൻ പദ്ധതിയില്ലാത്തവരുമാണെങ്കിൽ നിങ്ങളും അതേ പാതയിലായിരിക്കാനാണ് സാധ്യത. എന്റെ സമ്പന്നനായ അച്ഛൻ എന്നോടെപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങളില്ലാത്ത ആളുകളുടെ ഉപദേശം കേൾക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ സാമൂഹിക വലയം മാറ്റേണ്ടതുണ്ട്. ചില ആളുകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ എപ്പോഴും ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തായിരിക്കുന്നത് എങ്ങനെ? ഇതൊന്നും യാദൃച്ഛികമല്ല. സമ്പന്നർ കഠിനാധ്വാനം ചെയ്യുക മാത്രമല്ല, തന്ത്രപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക ഉപദേശം തേടുമ്പോൾ ആളുകൾ പലപ്പോഴും ആസ്തികളുണ്ടാക്കാത്ത സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ ചോദിക്കുന്നു. കടക്കെണിയിലുള്ള ഒരാളോട് അവർ പണം കൊണ്ട് എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഞാൻ എന്റെ പാവപ്പെട്ട അച്ഛന്റെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ ഞാൻ എന്റെ ആദ്യ നിക്ഷേപം പോലും നടത്തില്ലായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ ഉപേക്ഷിക്കേണ്ടതില്ല, പക്ഷേ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ഭാവിയെ നേരിട്ട് സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ളവർ ആരാണ്? അവർ നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണോ അതോ താഴേക്ക് വലിക്കുകയാണോ? അവർ വളർച്ച, നിക്ഷേപം, സംരംഭകത്വം എന്നിവയെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, അതോ ജീവിതത്തെയും ജോലിയെയും കുറിച്ച് പരാതിപ്പെടുക മാത്രമാണോ ചെയ്യുന്നത്? നിങ്ങൾ സാമ്പത്തികമായി വിജയിച്ച ആളുകളുമായി സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ അവരുടെ ചിന്താഗതി സ്വാംശീകരിക്കുന്നു, അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു, ഒറ്റയ്ക്ക് കണ്ടെത്താൻ കഴിയാത്ത അവസരങ്ങൾ കണ്ടെത്തുന്നു. വെറുതെ കോടീശ്വരന്മാരെ കണ്ടുമുട്ടാൻ ശ്രമിക്കുകയും നിങ്ങളുടെ ജീവിതം അവർ മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ മൂല്യം കൂട്ടണം, പഠിക്കാൻ തയ്യാറാകണം, ഏതെങ്കിലും വിധത്തിൽ സംഭാവന ചെയ്യണം. അതുകൊണ്ട് നിങ്ങളുടെ വലവിരിക്ക് മെച്ചപ്പെടുത്താൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? സാമ്പത്തികവും സംരംഭകത്വവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങുക. അവസരങ്ങൾ ഉണ്ടാകുന്നിടത്തായിരിക്കുക. ഇതാ നിങ്ങൾക്കൊരു വെല്ലുവിളി. അടുത്ത 30 ദിവസത്തിനുള്ളിൽ സാമ്പത്തിക വിജയത്തിന്റെ പാതയിലുള്ള കുറഞ്ഞത് 3 പുതിയ ആളുകളെയെങ്കിലും കണ്ടുമുട്ടുക. അത് ഒരു നിക്ഷേപകനോ ഒരു സംരംഭകനോ അല്ലെങ്കിൽ ഇതിനകം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ഒരാളോ ആകാം. അവരിൽ നിന്ന് പഠിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, അവർ എങ്ങനെ ചിന്തിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് കാണുക. 6 മാസത്തെ വെല്ലുവിളി. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മാറ്റുക. നിങ്ങൾ ഇതുവരെ വായിച്ചെങ്കിൽ സമൃദ്ധിയുടെ വഴി മിക്ക ആളുകളും എടുക്കുന്ന ഒന്നല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. കൂടുതൽ സമയം ജോലി ചെയ്യുന്നതിലല്ല, പണം മാത്രം ലാഭിക്കുന്നതിലല്ല, അന്ധമായി സിസ്റ്റത്തെ പിന്തുടരുന്നതിലുമല്ല. ഇത് ചിന്താഗതി മാറ്റുന്നതിനെക്കുറിച്ചും ആസ്തികൾ നേടുന്നതിനെക്കുറിച്ചും ശരിയായ ആളുകളാൽ ചുറ്റപ്പെടുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ സാമ്പത്തിക ജീവിതം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുമുള്ളതാണ്. പക്ഷേ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിന് ഒരു അർത്ഥവുമില്ല. അറിവ് പ്രവൃത്തിയില്ലാതെ വിലയില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിത് ഗൗരവമായി എടുക്കുകയാണെങ്കിൽ വെറും 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഒരു വെല്ലുവിളി.
അടുത്ത 6 മാസത്തേക്ക് നിങ്ങൾ 5 അടിസ്ഥാന നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇത് നിർദ്ദേശങ്ങളല്ല, ഇത് ഫലങ്ങൾ കാണാൻ നിങ്ങൾക്ക് അച്ചടക്കം ആവശ്യമുള്ള നിയമങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ പണവുമായും ആസ്തികളുമായുള്ള നിങ്ങളുടെ ബന്ധം ഒരിക്കലും പഴയതുപോലെയാകില്ല. 5 നിയമങ്ങൾ. നിയമം 1. ഒരിക്കലും പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യരുത്. ഇതിനർത്ഥം നിങ്ങൾ നാളെ ജോലി ഉപേക്ഷിക്കണമെന്നല്ല, പക്ഷേ ഇന്നു മുതൽ നിങ്ങളുടെ പോക്കറ്റിൽ വരുന്ന പണത്തെ ആസ്തികൾ നിർമ്മിക്കുന്നതിനുള്ള ഉപകരണമായി കണക്കാക്കുക. മാസത്തെ ശമ്പളത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിന് പകരം ഈ പണം നിങ്ങൾക്ക് സ്ഥിരമായ വരുമാനം നൽകുന്ന ആസ്തികളായി എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ചിന്തിക്കുക. നിയമം 2. നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ കുറഞ്ഞത് 30% നിക്ഷേപിക്കുക. മിക്ക ആളുകളും ഇവിടെയാണ് പരാജയപ്പെടുന്നത്. നിക്ഷേപിക്കാൻ പണമില്ലെന്ന് അവർ പറയുന്നു, പക്ഷേ അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി യഥാർത്ഥത്തിൽ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെലവുകൾക്ക് മുൻപ് നിക്ഷേപത്തിന് മുൻഗണന നൽകണം. നിങ്ങൾ കുറച്ച് സമ്പാദിക്കുന്നുണ്ടോ കൂടുതലാണോ എന്നത് ഒരു വിഷയമല്ല, നിങ്ങൾ ഈ ശീലം നിലനിർത്തുന്നത് പ്രധാനമാണ്. നിയമം 3. എല്ലാ മാസവും സാമ്പത്തികമോ നിക്ഷേപമോ സംബന്ധിച്ച ഒരു പുസ്തകം വായിക്കുക. നിങ്ങൾ നേടുന്ന പുതിയ വിവരങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റുന്നു, നിങ്ങളുടെ കാഴ്ചപ്പാട് തുറക്കുന്നു, മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഉപകരണങ്ങൾ നൽകുന്നു. എവിടെ തുടങ്ങണമെന്നറിയില്ലെങ്കിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിൽ നിന്ന് തുടങ്ങുക. നിയമം 4. ദരിദ്ര ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഞാൻ ദരിദ്ര ചിന്താഗതി എന്ന് പറയുമ്പോൾ പണം കുറഞ്ഞ ആളുകളെയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് പണത്തെക്കുറിച്ച് വിനാശകരമായ ചിന്താഗതിയുള്ള ആളുകളെയാണ്. എപ്പോഴും പരാതി പറയുന്നവർ, പണം അത്യാഗ്രഹികൾക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നവർ, സമ്പന്നർ സത്യസന്ധരല്ലെന്ന് വിശ്വസിക്കുന്നവർ, യാതൊരു വളർച്ചയും തേടാതെ ഓട്ടോ പൈലറ്റ് മോഡിൽ ജീവിക്കുന്നവർ. നിങ്ങൾ മനസ്സിലാക്കാതെ തന്നെ ഈ ആളുകൾ നിങ്ങളെ താഴേക്ക് വലിക്കും. നിയമം 5. നിങ്ങളുടെ ശമ്പളത്തിന് പുറമെ ബദൽ വരുമാന സ്രോതസ്സുകൾ തേടുക. ഇത് എന്തെങ്കിലും വിൽക്കുന്നതോ ഒരു സേവനം നൽകുന്നതോ ഒരു ചെറിയ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നതോ ആകാം. പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നിലവിലെ ജോലിയെ ആശ്രയിക്കാത്ത എന്തെങ്കിലും സൃഷ്ടിക്കാൻ തുടങ്ങുക എന്നതാണ്. നിങ്ങൾക്ക് അതിജീവിക്കാൻ ഇനി നിങ്ങളുടെ ശമ്പളം ആവശ്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസം, അന്നാണ് നിങ്ങൾ യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയത്. ഇതൊരു ഭയപ്പെടുത്തുന്ന കാര്യമായി തോന്നാമെന്ന് എനിക്കറിയാം. എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഉത്തരം അതെ എന്നാണ്. നിങ്ങളിപ്പോൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ മതി. ഒരു നിക്ഷേപ അക്കൗണ്ട് തുറക്കുന്നതിലൂടെയോ അനാവശ്യമായ സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കി ആ പണം ഒരു ആസ്തിയിൽ നിക്ഷേപിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പ് കണ്ടെത്തുന്നതിലൂടെയോ ആകാം. പ്രധാനപ്പെട്ട കാര്യം ആദ്യ ചുവടെടുക്കുക എന്നതാണ്. കാരണം 6 മാസത്തിനു ശേഷം നിങ്ങൾക്ക് തിരിഞ്ഞുനോക്കി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായും മാറിയെന്ന് കാണാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ളിടത്ത് തന്നെ തുടരും. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം ഭാഗ്യമോ വിധിയോ സർക്കാരോ അല്ല, അത് ചിന്താഗതിയും ദൈനംദിന പ്രവർത്തനങ്ങളുമാണ്. മിക്ക ആളുകളും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മിക്ക ആളുകൾക്കും ലഭിക്കുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായി പ്രവർത്തിക്കാനും നിങ്ങളുടെ അറിവിൽ നിക്ഷേപിക്കാനും ഇവിടെ നിങ്ങൾ പഠിച്ചത് പ്രാവർത്തികമാക്കാനും തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് പൂർണ്ണമായും മാറും. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ സഹായകമായെന്ന് കരുതുന്നു.